ജോബിന് വേണ്ട ശരിയായ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്? ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ജോബിന് പോകുന്നതിന് മുന്നേ ഇത്രയും ആറ്റിറ്റ്യൂഡ് എന്റെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതുകൊണ്ട് ഇതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ സ്മാർട്ട് ബൂസ് എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ. എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എക്വയർ ചെയ്തിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ലൈവ് ആവണം. കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും മുന്നത്തെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സ്മാർട്ട് ബൂസ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഫേം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജോബ് സെർച്ചിലാണെങ്കിൽ ഒരു നല്ല ഓപ്ഷൻ കണ്ടുപിടിക്കുന്നതിന് ഏകദേശം നിങ്ങൾക്ക് ഒരു വർഷത്തോളം ഈ ഒരു സർവീസസ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ഒരു ജോലി കിട്ടിയതിന് ശേഷം നമ്മൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഹാഫ് സാലറിയോ അങ്ങനത്തെ യാതൊരുവിധ ചാർജസും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് ഒരു ജോബിന് നിങ്ങൾക്ക് വേണ്ട ആറ്റിറ്റ്യൂഡുകൾ അത് വളരെ വളരെ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡേ ബൈ ഡേ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് സെറ്റിലേക്ക് കൃത്യമായിട്ട് വരാൻ പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് എന്നുള്ളൊരു പോയിന്റ് ആണ്. അതൊരു വളരെയധികം എല്ലാപ്പോഴും കേട്ട് ഓക്കെ കോൺഫിഡന്റ് ആയിരിക്കണം, കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇതെന്താണ് ഈ കോൺഫിഡൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പലപ്പോഴും കാൻഡിഡേറ്റ്സ് പറയുന്ന കാര്യമാണ് അവിടെ ചെന്നപ്പോൾ പേടിച്ചു പോയി, അല്ലെങ്കിൽ ടെൻഷനായി, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഭയങ്കര ടഫ് ആയിരിക്കോ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റെഗുലർ കോൾസിലൂടെയും മെസ്സേജസിലൂടെയും ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട നോളജ് ആണ്. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. എന്താണ് ആ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ സാധാരണ നമ്മൾ പറയും ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളത് ഒരു കോമൺ യൂസേജ് ആയിരുന്നാൽ പോലും ചില കാര്യങ്ങൾ മേ ബി അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള എന്തെങ്കിലും റെഫറൻസോ ഈ രീതിയിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വളരെ നോളജോട് കൂടി തന്നെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇന്റർവ്യൂവിന്റെ ടൈമിൽ എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ആ ചോദ്യത്തിന് പല പല പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കാം. അതിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആണോ, ഇനി എനിക്ക് ഈ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും വരുന്നത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യത്തിന് സ്വന്തമായിട്ട് ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഉറപ്പ് ഉണ്ടായിരിക്കണം. പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ഞാനാണ് സംസാരിക്കുന്നതിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആയിരുന്നാൽ മാത്രമാണ് അത് കേൾക്കുന്ന ആളുകളിലേക്കും കൃത്യമായിട്ട് ആ ഒരു കൺവിക്ഷൻ പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എബിലിറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തൊക്കെ ജോലി തന്നു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതെങ്ങനെ അവരുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻതൂസിയാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി ആണത്. നിങ്ങൾ ചിലപ്പോൾ മുൻപ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ 2 ഇന്റർവ്യൂ 3 ഇന്റർവ്യൂ കൊടുത്തു എന്ന് തന്നെ വിചാരിക്കും. അപ്പൊ രണ്ടാമത്തെ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ആകെ ടയർഡ് ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്രഷ്നെസ് മിസ് ആവുന്നു. നെവർ. അതിന് പകരം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു എൻതൂസിയാസം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം ഞാൻ വളരെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് പറയുന്നത് എന്ന ഒരു രീതിയിലേക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ അതും കേൾക്കുന്ന ആളിലേക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂവറിന് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻ ഉണ്ട്. അതായത് അവർക്കും തോന്നുകയാണ് ഈ ഒരു കാൻഡിഡേറ്റിന് അങ്ങനെ ഒരു സ്കിൽ സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യത്തിനോടുള്ള താല്പര്യം അത്ര കൂടുതലാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഒരു ഇന്റർവ്യൂയുടെ സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജോബിന് മുൻപായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു കൃത്യമായിട്ടൊരു ജോബ് പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് എന്നൊക്കെ പലരും പറയാറുണ്ട്, അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ സ്മാർട്ട് ബൂസ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് സെർച്ചിൽ ഉള്ള ആളുകൾ ഇത് കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ജോബ് സെർച്ചിലാണ് നിങ്ങളെങ്കിൽ ഓപ്ഷൻസിനെ കുറിച്ച് അറിയാനായിട്ട് എത്ര നല്ല ജോബ് വേക്കൻസീസ് കേരളത്തിലുടനീളം 14 ഡിസ്ട്രിക്റ്റുകളും ഉണ്ട് എന്നറിയാനായിട്ട് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് സെക്ഷൻ അഗെയിൻ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലൈവ് ആക്കുക. അതുപോലെ തന്നെ 1250 രൂപ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് നമ്മുടെ ഒരു സർവീസ് ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ ത്രൂ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു പേയ്മെന്റും അതിലേക്ക് വരുന്നതല്ല. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.